സോ ഇന്നത്തെ സെക്കൻഡ് വീഡിയോ പാർട്ടിലേക്ക് സ്വാഗതം. സോ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എടുത്തത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിനെ കുറിച്ചായിരുന്നു. ഈ പാർട്ടിൽ നമ്മൾ എടുക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്കുകളാണ്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് സൈക്കിൾ, or you can call it as cyclic process. Cycle or meaning cyclic processes. സോ എന്താണ് സൈക്ലിക് പ്രോസസ്സസ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഓൾറെഡി ഒരു പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഒരു പ്രോസസ്സ്? ക്യാൻ യു ഗൈസ് റീകോൾ വാട്ട് ഡു യു മീൻ ബൈ എ പ്രോസസ്സ്? സോ എ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന, ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ പറയുന്ന ടേമാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലേ? ഇപ്പം ഞാനൊരു പ്രഷർ വോളിയം ഡയഗ്രാം വരക്കുന്നു. ഫോർ എക്സാമ്പിൾ സേ PV ഡയഗ്രാം എന്നാണ് പറയുക, പ്രഷർ വോളിയം ഡയഗ്രാം. P സ്റ്റാൻഡ്സ് ഫോർ പ്രഷർ ആൻഡ് V സ്റ്റാൻഡ്സ് ഫോർ വോളിയം. സോ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒരു സ്റ്റേറ്റിൽ നിന്ന് ദ സിസ്റ്റം ഈസ് ഇൻ എ സ്റ്റേറ്റ് 1, അത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഈ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോസസ്സ് എന്ന് പറയുക. Point 1 and point 2 ആർ കോൾഡ് ദ സ്റ്റേറ്റ്സ് അല്ലേ? ആ ഒരു നേരത്തുള്ള അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയും. ഈ 1 to 2 എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ഷൻ ഇതിനെ പാത്ത് എന്ന് പറയും, പാത്ത് ഓഫ് ദാറ്റ് പ്രോസസ്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ഈസ് സൈക്കിൾ അല്ലേ, അല്ലെങ്കിൽ സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് പ്രോസസ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സിംഗിൾ പ്രോസസ് അല്ല, ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് പ്രോസസ്സസ്. എന്താ സീരീസ് ഓഫ് പ്രോസസ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നിലധികം പ്രോസസ്സ് കൂടിയാലാണ് നമുക്ക് സൈക്ലിക് പ്രോസസ്സ് എത്തുക. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ സൈക്ലിക് പ്രോസസ്? Cyclic processes are a combination or a series of processes such that the initial and final states are the same. Initial and the final states are the same. തുടങ്ങുന്ന ഏത് സ്റ്റേറ്റിലാണോ അതേ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും ഫൈനലും ഉണ്ടാവുക എന്നതാണ് സൈക്ലിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത. ഏത് സ്റ്റേറ്റിൽ നിന്നാണോ തുടങ്ങിയത് തിരിച്ച് അതേ സ്റ്റേറ്റിലേക്ക് റീട്രേസ് ചെയ്തെത്തുമ്പോഴാണ് അതിനൊരു സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുക. ഇപ്പം ഇവിടെ 1 to 2 എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, പക്ഷെ ഇത് സൈക്ലിക് പ്രോസസ്സാണോ? അല്ല. എന്തുകൊണ്ടാണ്? തുടങ്ങിയത് സ്റ്റേറ്റ് 1ൽ നിന്നാണ്. അതിനൊരു പർട്ടിക്കുലർ പ്രഷർ ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന ഇവിടെ ഒരു പ്രഷർ P1 ഉണ്ടാവും, വോളിയം നോക്കിയാൽ ഒരു V1 ഉണ്ടാവും. അത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ പ്രഷർ 2 ഉണ്ടാവും, ഇവിടെ വോളിയം 2 ഉണ്ടാവും. സോ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ P1 V1 ആയിരുന്നു, ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ P2 V2 ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും സെയിം സ്റ്റേറ്റ് ആണോ? അല്ല. സോ ദിസ് ഈസ് നോട്ട് എ സൈക്ലിക് പ്രോസസ്. അത് എപ്പോഴാണ് സൈക്ലിക് പ്രോസസ്സ് ആവുക? തിരിച്ച് 2ൽ നിന്ന് 1ലേക്ക് മറ്റൊരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ, 1 to 2 പ്രോസസ്സ് കഴിഞ്ഞ ശേഷം തിരിച്ച് 2 to 1 ഒരു പ്രോസസ്സും കൂടെ നടന്നു കഴിഞ്ഞാലേ ഫൈനൽ സ്റ്റേറ്റ് 1 ആവുള്ളൂ. ഇനീഷ്യൽ സ്റ്റേറ്റും 1 ആണ്. ഇവിടുന്ന് പ്രോസസ്സ് തുടങ്ങി ഈ പ്രോസസ്സിനെ നമുക്ക് അല്ലെങ്കിൽ പാത്തിന് A എന്ന് വിളിക്കാം. 2 to 1 പ്രോസസ്സിനെ നമ്മൾ പാത്ത് B എന്നോ അല്ലെങ്കിൽ പ്രോസസ് B എന്നോ പറയാം. സോ 1ൽ നിന്ന് 2ലേക്കും 2ൽ നിന്ന് 1ലേക്കും നടക്കുമ്പോഴാണ് എന്ത്? ഒരു സൈക്ലിക് പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈസ് ഇറ്റ് ക്ലിയർ? സോ ഇവിടെ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫ്രം 1 to 2 ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഫ്രം അഗെയിൻ 2 to 1 ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ദിസ് ഈസ് എ സൈക്ലിക് പ്രോസസ്. ദിസ് ഈസ് എ സൈക്ലിക് പ്രോസസ്. 1 to 2ഉം തിരിച്ച് 2 to 1 എന്ന് പറയുന്നത് ഒരു സൈക്ലിക് പ്രോസസ്. അതായത് കോമ്പിനേഷൻ ഓഫ് A ആൻഡ് B അല്ലേ? 1 to 2 മാത്രം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് A, അല്ലെങ്കിൽ 2 to 1 എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് B. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് സൈക്കിൾ. അപ്പോൾ സൈക്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് എൻ ഐഡിയ. എന്താണ് സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് പ്രോസസ് വേർ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ആർ ദി സെയിം. അപ്പോൾ ഇവിടെ 1 to 2ഉം തിരിച്ച് 2 to 1ഉം ഇത് രണ്ട് പ്രോസസ്സ് കൊണ്ട് ഉണ്ടായ സൈക്ലിക് പ്രോസസ്സാണ്. ചില പ്രോസസ്സുകൾ എങ്ങനെ ഉണ്ടാവും? 3 പ്രോസസ്സ് ഉണ്ടാവും. ചില പ്രോസസ്സുകൾ ചില സൈക്ലിക് പ്രോസസ്സുകളോ 4 പ്രോസസ്സുകളൊക്കെ ഉണ്ടാവും. സോ സച്ച് പ്രോസസ്സസ് ആർ കോൾഡ് cyclic process. So hope that is clear. So next,
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത്. അടുത്തെടുക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് പോയിൻ്റ് ഫങ്ഷൻ ആൻഡ് പാത്ത് ഫങ്ഷൻ. പോയിൻ്റ് ഫങ്ഷൻ ആൻഡ് പാത്ത് ഫങ്ഷൻ. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. പക്ഷെ നിങ്ങളിത് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഇനി കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. ക്ലാസ്സിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പോയിൻ്റ് ഫങ്ഷനും പാത്ത് ഫങ്ഷനും, എന്താണ് പോയിൻ്റ് ഫങ്ഷനും പാത്ത് ഫങ്ഷനും എന്നും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസവും എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലാസ്റ്റായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഗ്രാഫ് വരച്ച് കാണിക്കാം. സേ ഐ ഹാവ് എ പി വി ഡയഗ്രാം. നേരത്തെ വരച്ച പോലെ തന്നെ പി വി ഡയഗ്രാം. പി വി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ പ്രഷർ വോളിയം ഡയഗ്രമാണ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ അധികവും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പി വി ഡയഗ്രാം. പിന്നെ മറ്റൊരു ഡയഗ്രാം ഉണ്ട് വിച്ച് ഈസ് കോൾഡ് ടി എസ് ഡയഗ്രാം. അത് എൻതാൽപ്പി എൻട്രോപ്പി ഒക്കെ എത്തുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഡയഗ്രത്തിൻ്റെയും റെലവൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. സോ പി വി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ പ്രഷർ വാല്യൂ ആയിരിക്കും, എക്സ് ആക്സിസിൽ വോളിയം ആയിരിക്കും. ഓക്കെ, ഞാൻ പി വി ഡയഗ്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്നും കൂടെ പറഞ്ഞുതരാം. പി വി ഡയഗ്രത്തിൽ ഞാനൊരു സ്റ്റേറ്റ്, ഒരു പ്രോസസ്സ് കാണിച്ചാൽ, സേ ദിസ് ഈസ് എ പ്രോസസ്, ഐ ആം മാർക്കിംഗ് ദിസ് ആസ് സേ 1 and 2. ഞാൻ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് ഐ വിൽ ജസ്റ്റ് ട്രൈ ടു ചേഞ്ച് ദ കളർ. ഇത്രത്തോളം ഇത് ബ്ലാക്ക് പെൻ തന്നെയാണ്. സോ ദർ ഈസ് നോ യൂസ് ഓഫ് ചേഞ്ചിങ് കളർ. ഐ വിൽ ജസ്റ്റ് ഡു ഇറ്റ് വിത്ത് ദ മാർക്കർ ഇറ്റ് സെൽഫ്. സോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം 1 to 2 ഒരു പ്രോസസ്സ് എടുക്കുക എന്ന് കരുതുക. ഓക്കെ, പി വി ഇതൊരു പ്രോസസ്സാണ്. എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടന്നു, ഇറ്റ് ചേഞ്ച്ഡ് ഫ്രം സ്റ്റേറ്റ് 1 to 2 എങ്കിൽ ആ പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ കിട്ടുന്ന വർക്ക് എത്രയാണ് എന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കാറുള്ളത്. വർക്ക് ഫ്രം 1 to 2 പ്രോസസ്സ്. ഓക്കെ, ഒരു പി വി ഡയഗ്രാം എൻ്റെ അടുത്തുണ്ടെങ്കിൽ ആ പി വി ഡയഗ്രത്തിൽ ഞാനൊരു പ്രോസസ്സ് കാണിച്ചു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിൻ്റെ വർക്ക് ഓഫ് പ്രോസസ് 1 to 2 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന ചോദ്യത്തിന് അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ദ ഏരിയ അണ്ടർ ദിസ് കർവ്. ഇറ്റ് ഈസ് ദി ഏരിയ അണ്ടർ ദിസ് കർവ്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ 1 to 2 എന്ന് പറയുന്ന ഈ പ്രോസസ്സിൻ്റെ ടോട്ടൽ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ പ്രോസസ്സിൻ്റെ താഴേക്കുള്ള ഈ ഏരിയ എന്താണോ ഇതാണ് അതിൻ്റെ, ഞാൻ ഏരിയ 1 2 എന്ന് എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1 to 2 പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഏരിയ വിച്ച് ഈസ് അണ്ടർ 1 to 2 എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഇത് ഒരു ബേസിക് കൺസെപ്റ്റാണ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ത്രൂ ഔട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കും ഈ ഇക്വേഷൻ എന്തുകൊണ്ട് ഇത് വന്നു. കാരണം വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി ഡി വി എന്നാണ്. പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം, അല്ലെങ്കിൽ വി ഡി പി എന്ന് പറയും. വോളിയം ഇൻറ്റു ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയും. ഇത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് പി വി ഡയഗ്രാം, പ്രഷർ വോളിയം ഡയഗ്രത്തിൽ എൻ്റെ കയ്യിൽ ഒരു പ്രോസസ്സ് ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ വർക്ക് ഡൺ, വർക്ക് ഫ്രം 1 to 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഏരിയ അണ്ടർ ദിസ് കർവ്. ക്ലിയർ ആണല്ലോ? സോ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഉദ്ദേശം പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കലാണ്, അല്ലേ? സോ ഞാൻ വീണ്ടും ഒരു പി വി ഡയഗ്രാം വരക്കുന്നു. ഇറ്റ്സ് എ ബിറ്റ് മോർ ലാർജർ. ഒരു പി വി ഡയഗ്രാം ഞാൻ വരക്കുന്നു. ഐ എം ഡ്രോയിങ് ഇറ്റ് ലാർജ് സോ ദാറ്റ് യു ഗൈസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ക്ലിയർലി. ഞാനൊരു പി വി ഡയഗ്രാം വരക്കുകയാണ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്, സേ സ്റ്റേറ്റ് ഫ്രം 1 എന്നിട്ട് സ്റ്റേറ്റ് 2ലേക്ക് പോകണം. എങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസ് ചാൻസസ് ഉണ്ട്, അല്ലേ? 1 to 2 സ്ട്രെയിറ്റ് ഒരു പ്രോസസ്സാണ്. 1 to 2 അടിയിൽ കൂടെ ഇങ്ങനെ വരാം. 1 to 2 മോൾ കൂടെ വരാം. മോൾ കൂടെ പറഞ്ഞാൽ ഒരുപാട് പോസിബിലിറ്റീസ് മോൾ കൂടെ ഉണ്ട്, ഒരുപാട് പോസിബിലിറ്റീസ് താഴെക്കൂടെ ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒരു പോസിബിലിറ്റി ഉള്ളൂ. സോ ഞാനൊരു 3 കേസസ് എടുക്കാം. സേ ഐ ആം ടേക്കിംഗ് ഇറ്റ് ഫ്രം 1 to 2 ഇങ്ങനൊരു പ്രോസസ്സ് നടക്കുന്നു. പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നു 1 to 2. പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു 1 to 2. ഓക്കെ, പ്രഷർ വോളിയം ഡയഗ്രത്തിൽ ഈ പ്രോസസ്സിന് എ എന്നും ഈ പ്രോസസ്സിന് ബി എന്നും ഇതിന് സി എന്നും പറയുന്നു. സോ ദാറ്റ് ഐ ക്യാൻ ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് ഐ ക്യാൻ സ്പെസിഫൈ ദോസ് പാത്ത്സ് സെപ്പറേറ്റ്ലി. സോ എനിക്ക് പി വി ഡയഗ്രാം ഉണ്ട്. ആ പി വി ഡയഗ്രത്തിൽ ഫ്രം സ്റ്റേറ്റ് 1
ടു സ്റ്റേറ്റ് 2 എനിക്ക് ഒരുപാട് വഴികളിൽ കൂടെ എത്താം. ഞാനതിൽ റാൻഡമായിട്ടൊരു 3 വഴികൾ കൂടെ വരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ, അതായത് സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്കുള്ള പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിൽ നിന്ന് ഒരു വർക്ക് ഡൺ കിട്ടും. ഞാൻ അല്ലേ 1ൽ നിന്ന് 2ലേക്ക് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിൽ നിന്നൊരു വർക്ക് ഡണ്ണ് നമുക്കുണ്ടാവും. അതിൽ നിന്ന് കിട്ടാവുന്ന ഉപകരിക്കുന്ന ഒരു എനർജി, വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഉപകരിക്കുന്ന ഒരു എനർജി ആണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1ൽ നിന്ന് 2ലേക്ക് ഒരു സ്റ്റേറ്റ് ഓഫ് ചേഞ്ച്, ഐ മീൻ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ ഒരു വർക്ക് ഡൺ ഉണ്ടാവും. സോ എയുടെ പാത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് വർക്ക് ഡൺ ബൈ എ. ബിൻ്റെ പാത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് വർക്ക് ഡൺ ത്രൂ ബി. സിൻ്റെ പാത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ഐ ക്യാൻ സേ ദിസ് ഇസ് ദ വർക്ക് ഡൺ ത്രൂ സി. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ 1ൽ നിന്ന് 2ലേക്ക് പോകുമ്പോൾ സാധാ ഒരു പ്രോസസ്സ് 1 to 2 പ്രോസസ്സ് സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐസ് മെൽറ്റ് ചെയ്തിട്ട് വെള്ളമാവുന്നു. അതൊരു പ്രോസസ്സല്ലേ? ഐസ് മെൽറ്റ് ചെയ്തിട്ട് വെള്ളമാവുന്നു, അതൊരു പ്രോസസ്സാണ് അല്ലേ? സോ അങ്ങനെ അതൊരു എക്സാമ്പിൾ ഫോർ പ്രോസസ്സ്. അതുപോലെ പല വേരിയേഷൻസ് ഓഫ് പ്രോസസ്സും റിയാക്ഷൻസും ഉണ്ട്. ഒരു പ്രോസസ്സ് 1ൽ നിന്ന് 2ലേക്ക് എത്താൻ പല പാത്ത് കൂടെയും വരാം. ആ പല പാത്തും എന്ത് ചെയ്യുന്നു? പല വർക്ക് ഡൺ ആണ് ഉണ്ടാവുക അല്ലേ? അതെങ്ങനെ മനസ്സിലാക്കാം? കാരണം ഇതാണ് എൻ്റെ 1 to 2 ഉള്ള ഈ പാത്ത് കൂടിയാണ് പോകുന്നതെങ്കിൽ ഇതിൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ താഴെ വരുന്ന ഏരിയ ആയിരിക്കും ഇതിൻ്റെ വർക്ക് ഡൺ അല്ലേ? ഇതിൻ്റെ താഴെ വരുന്ന ഈ ഏരിയ ആയിരിക്കും WA എന്ന് പറയുന്ന വർക്ക് ഡൺ. അതേസമയം 1 to 2 ഈ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലോ വർക്ക് ബി ഏതായിരിക്കുമോ? ഈ 1 to 2 ലൈനിൻ്റെ താഴെയുള്ള ഏരിയ ആയിരിക്കും വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡൺ ഓഫ് എനേക്കാട്ടിലും കൂടും. ഇത്രയും ഏരിയ എക്സ്ട്രാ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ബിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. സിമിലർലി വർക്ക് ഓഫ് സി, പാത്ത് സി കൂടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൻ്റെ താഴേക്ക് വരുന്ന ഏരിയ ഫുൾ എന്തായിരിക്കും? വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ബിനേക്കാട്ടിലും വർക്ക് എനേക്കാട്ടിലും കൂടുതലായിരിക്കും. ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട് അല്ലേ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഈ വർക്ക് ഡണിൻ്റെ കാര്യം പറയാനുള്ള കാര്യം ഈ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാവില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ PV ഡയഗ്രത്തിൽ ഒരു പ്രോസസ്സിൻ്റെ താഴെ കിട്ടുന്ന ഏരിയ ആണ് അതിൻ്റെ വർക്ക് ഡൺ എന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളത്. സോ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് അതിൻ്റെ വർക്ക് ഡൺ, അതായത് വർക്ക് ഡൺ ഓഫ് 1 to 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ അല്ല. ഒരു സി എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ പറയുകയാണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് വാല്യൂ അല്ല. നോട്ട് ഈക്വൽ ടു സി. സി മീൻസ് ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റൻ്റ് വാല്യൂ. അത് മാറിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത്. പാത്ത്. വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഒരു പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് പാത്ത്, ഹൗ ഇറ്റ് ഡസ് ഗോസ് അല്ലേ? അതുകൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വർക്ക് ഡൺ നമ്മൾ മാത്തമാറ്റിക്സിൽ എങ്ങനെ പറയാം? ഡിഫറൻഷ്യൽ ഓഫ് വർക്ക് ഡൺ, DW. അതായത് ചേഞ്ച് ഇൻ വർക്ക് ഡൺ, ടോട്ടൽ ചേഞ്ച് ഇൻ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് അറ്റ് 2 മൈനസ് വർക്ക് അറ്റ് 1 എന്നല്ല. 0.2ലുള്ള വർക്ക് മൈനസ് 0.1ലുള്ള വർക്ക് എന്നല്ല നമ്മൾ എഴുതുക. ആണോ? ഒരു പ്രോസസ്സ് 1 to 2 ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ വർക്ക് ഡൺ നമുക്ക് ഒരിക്കലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടുത്തെ വർക്ക് ഡൺ മൈനസ് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മറിച്ച് ഇറ്റ് ഈസ് ദ ഏരിയ അണ്ടർ ദാറ്റ് അല്ലേ? അതായത് ടോട്ടൽ വർക്ക് ഫ്രം 1 to 2 എന്ന് പറഞ്ഞാൽ വർക്ക് 2ൽ നിന്ന് വർക്ക് 1 കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് എന്താ? ടോട്ടൽ വർക്ക്, ഒരു സ്ലൈറ്റ് വർക്ക്, അതായത് ഞാനൊരു ചെറിയ സ്ലൈറ്റ് വർക്ക് എടുക്കുന്നതാണ് DW. ഓക്കെ, അതാണ് ഈ DW. ആ DW ഐ ആം ടേക്കിംഗ് ഇറ്റ് ഫ്രം 1 to 2. അതാണ് ഇൻ്റഗ്രൽ ഫ്രം 1 to 2. ഓൾറെഡി നിങ്ങൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ടോട്ടൽ വർക്ക് ഡൺ, അതായത് ചെറിയ ചേഞ്ച് ഓഫ് വർക്ക് ഡൺ ഫ്രം ഇൻ്റഗ്രൽ 1 to 2, പൊസിഷൻ 1ൽ നിന്ന് 2ലേക്കുള്ള കംപ്ലീറ്റ് DW എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ വർക്ക് ഡൺ ആൻഡ് ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പാത്ത് ഓഫ് ദിസ് പ്രോസസ് അല്ലേ? അത് 1 to 2 ഈ ലൈനിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ WB ആയിരിക്കും. അതല്ല 1 to 2 ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് WC. വെറിൻ WC ഈസ് ഗ്രേറ്റർ ദാൻ WB വിച്ച് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ WA. എൻ്റെ ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അതേപോലെ ഈ നെയിമിങ് കൊടുത്താൽ ഒരാൾ ഇവിടെ എയും ബിയും സി ഇട്ടാൽ അതിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാവും. സോ മുകളത്തൂടെയുള്ള പ്രോസസ്സിന് പോയാൽ കൂടുതൽ വർക്ക് ഡൺ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ വർക്ക് ഡൺ, വർക്ക് എന്ന് പറയുന്ന
അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്ന ഈ സംഭവം എന്താണ്? ഇറ്റ് ഈസ് എ പാത്ത് ഫങ്ഷൻ. ഇറ്റ് ഈസ് എ പാത്ത് ഫങ്ഷൻ. വാട്ട് ഡു യു മീൻ ബൈ പാത്ത് ഫങ്ഷൻ? അപ്പോൾ പാത്ത് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റില്ല. എന്താ അതിന് പറയാ? ഒരു പ്രോസസ്സിൽ ഒരു ഫങ്ഷൻ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പാത്ത് ഓഫ് ദാറ്റ് പ്രോസസ്, ഇറ്റ് ഈസ് കോൾഡ് പാത്ത് ഫങ്ഷൻ. എന്താണ് പാത്ത് ഫങ്ഷൻ? പാത്ത് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫങ്ഷൻ വർക്ക് ഡൺ ആയിരുന്നു. ആ ഫങ്ഷൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഓഫ് ദി പ്രോസസ്. അതുകൊണ്ടാണ് യു നെയിം ഇറ്റ് ആസ് പാത്ത് ഫങ്ഷൻ. എക്സാമ്പിൾ ഏതാ? നമ്മളിപ്പോൾ ഡീൽ ചെയ്ത വർക്ക് ഡൺ. ക്ലിയർ ആണല്ലോ? സോ പാത്ത് ഫങ്ഷന് പറയുന്ന മറ്റ് ചില പേരുകളുണ്ട്, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ. Inexact differential, or it is also called imperfect differential. Imperfect or inexact differential. Okay, inexact or imperfect differential. ഏതിന്? പാത്ത് ഫങ്ഷൻ. അതായത് ഇൻഎക്സാക്റ്റ്, അതായത് എക്സാക്റ്റ് അല്ല എന്ന് കാണിക്കുകയാണ് പാത്ത് ഫങ്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ്, പെർഫെക്റ്റ് അല്ല. ഉദ്ദേശം പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വർക്ക് ഡൺ മൈനസ് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റി അല്ലെങ്കിൽ കറക്റ്റ്നെസ് നമ്മൾ ഫീൽ ചെയ്യില്ല. ആ ഒരു കറക്റ്റ്നെസ് ആണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഓർ ഇംപെർഫെക്റ്റ് ഡിഫറൻഷ്യൽ. ദിസ് ഈസ് കോൾഡ് പാത്ത് ഫങ്ഷൻ. ക്ലിയർ? ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പോയിന്റ് ഫങ്ഷൻ. നൗ വി വിൽ ക്യാരി ഓൺ ദ സെയിം ഡയഗ്രാം. പോയിന്റ് ഫങ്ഷൻ. ഓക്കെ, സോ ഈ പി വി ഡയഗ്രത്തിൽ പോയിന്റ് 1-ൽ നിന്ന് പോയിന്റ് 2-ലേക്കാണ് പ്രോസസ്സ് നടക്കുന്നത്. ഒരുപാട് സാധ്യതകളുണ്ട്. ഇതെല്ലാത്തെയും ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ എങ്ങനെയും വരക്കാം, ഇതിൻ്റെ ഇടയിലൂടെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഇനിയും വരക്കാം, ഇതിൻ്റെ ഇടയിൽ കൂടെയും ഇൻഫിനിറ്റ് നമ്പേഴ്സ് വരക്കാം, ഇതിൻ്റെ താഴേക്കും ഇനിയും കൊണ്ടുവന്നിട്ട് പ്രോസസ്സ് കാണിക്കാം. സോ ദർ ആർ ഇൻഫിനിറ്റ് വേസ് ഫ്രം 1 to 2. പക്ഷേ ഏത് വഴിയിലൂടെ പോയാലും ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ P1 ആണ്, ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ V1 ആണ്. അല്ലേ? അത് പാത്ത് ഏതിലൂടെ പോയാലും അതിൻ്റെ പ്രഷർ P1-ഉം വോളിയം V1 ആണ്. അതേപോലെ ഏത് പാത്തിലൂടെ പോയി കഴിഞ്ഞാലും അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് P2, അതുണ്ടാക്കുന്ന വോളിയം എന്ന് പറഞ്ഞാൽ V2 ആണ്. ഓക്കെ, V2 ആൻഡ് P2. അത് ഏത് പ്രോസസ്സ് കൂടെയും അല്ലെങ്കിൽ ഏത് പ്രോസസ്സല്ല ഏത് പാത്തിലൂടെ വന്നു കഴിഞ്ഞാലും എന്താണ്? അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, P2 ആൻഡ് V2. അതേപോലെ ഇനീഷ്യൽ സ്റ്റേറ്റ് P1 ആൻഡ് V1, അത് ഏത് പാത്തിലൂടെ ട്രേസ് ചെയ്ത് വന്നാലും ദോസ് ആർ കോൺസ്റ്റൻറ്റ്. സോ ദാറ്റ് മീൻസ് ദോസ് ഫങ്ഷൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പോയിന്റ്. അതായത് ഇവിടുത്തെ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്രഷർ 1-ഉം V1-ഉം, ഇവിടുത്തെ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്രഷർ P2-ഉം V2-ഉം. സോ ഇൻ ടേൺ പോയിന്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് പോയിന്റ്, ഓർ യു ക്യാൻ സേ അറ്റ് ദാറ്റ് സ്റ്റേറ്റ്. ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ഒരു ഫങ്ഷനെയാണ് പോയിന്റ് ഫങ്ഷൻ എന്ന് പറയാം. അതിന് എക്സാമ്പിൾ എന്താ? ഇപ്പം നമ്മൾ ഡീൽ ചെയ്ത പോലെ പ്രഷർ ഈസ് ആൻ എക്സാമ്പിൾ, പിന്നെ വോളിയം ഈസ് ആൻ എക്സാമ്പിൾ, പിന്നെ ടെമ്പറേച്ചർ ഈസ് ആൻ എക്സാമ്പിൾ, എറ്റ്സെട്ര. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അറ്റ് എ പോയിന്റ് പ്രഷർ എന്നാണ്, അറ്റ് എ പോയിന്റ് ഈ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. അത് ഏത് പാത്ത് കൂടെ പോയി കഴിഞ്ഞാലും ഫൈനലി എത്തുന്ന നേരത്തുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും, ഫൈനലി എത്തുന്ന വോളിയം എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും, തുടങ്ങുന്ന വോളിയമും പ്രഷറും എന്ന് പറഞ്ഞാൽ അത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സച്ച് ഫങ്ഷൻസ് ആർ കോൾഡ് പോയിന്റ് ഫങ്ഷൻ. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ പോയിന്റ് ഫങ്ഷൻ. സോ പോയിന്റ് ഫങ്ഷന് പറയുന്ന മറ്റേ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്, എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഓർ പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ. എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഓർ പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ. ഇതും അതിൻ്റെ മറ്റൊരു ടേമാണ്, പോയിന്റ് ഫംഗ്ഷൻ്റെ മറ്റൊരു ടേമാണ് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഓർ പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ. ഇനി നമ്മൾ ഇക്വേഷൻ വൈസ് നോക്കാം. സി, ഇപ്പം ഇവിടെയാണ് വോളിയം ചേഞ്ച് ഉള്ളത് അല്ലേ? സോ ഐ ആം ലുക്കിംഗ് ഇവിടുത്തെ ചെറിയൊരു വോളിയം dV എന്ന് പറയുന്ന ചെറിയൊരു വോളിയം ഞാൻ കൺസിഡർ ചെയ്യുന്നു. സോ ഐ ആം ഗോയിങ് ടു റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ dV, ദ ചേഞ്ച് ഇൻ വോളിയം ഫ്രം വേർ, ഫ്രം 1 to 2 അല്ലേ? പ്രോസസ് 1 to 2-ലുള്ള
1 to 2. അപ്പോൾ സർ ടോട്ടൽ ചേഞ്ച് ഇൻ വോളിയം ഫ്രം 1 to 2 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പ്രോസസ്സിലെ വോളിയത്തിൻ്റെ ചേഞ്ച്? V1 നിന്ന് V2 പോയി ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെറ്റ് ഡിഫറൻസ് എന്താ? V2 മൈനസ് V1. V2 മൈനസ് V1. ഓക്കെ, ഈ ഇക്വേഷൻ റെഡി അല്ലേ? അതേപോലെ ഇനി പ്രഷർ എടുത്തു കഴിഞ്ഞാലും എന്താ സംഭവിക്കുക? പ്രഷർ, ഫസ്റ്റത്തെ പ്രഷർ ഇവിടെ P1 ആയിരുന്നു, സെക്കൻഡത്തെ പ്രഷർ എന്തായി? P2 ആയി. സോ വാട്ട് ഈസ് ദ നെറ്റ് ചേഞ്ച് ഇൻ പ്രഷർ? P2 മൈനസ് P1, ഓർ യു ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് P1 മൈനസ് P2. അത് സൈനിൽ മാറ്റം ഉണ്ടാവും, പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈവൻ ഇഫ് യു ആർ ലുക്കിംഗ് ഓൺ ടു ദി പ്രഷർ, പ്രഷറിനെ നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത് 1 to 2 ആയിട്ടാണ് നടക്കുന്നത്. സോ 1 to 2 പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാലും dP, ദാറ്റ് ഈസ് P2 minus P1. The value will be negative and accordingly sign conventions പ്രോബ്ലത്തിൽ വരുമ്പോൾ നമ്മളത് ഡീൽ ചെയ്യും. സോ ഹിയർ ഇറ്റ് ഈസ് എക്സാക്ട് ഡിഫറൻഷ്യൽ. അതുകൊണ്ടാണ് ഈ പേര് എക്സാക്ട് ഡിഫറൻഷ്യൽ. നേരത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് അറ്റ് 2 മൈനസ് വർക്ക് അറ്റ് 1 എന്ന് എഴുതൂല. കാരണം വർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ദീസ് ആർ ദ 2 ഡിഫറെൻറ്റ് ടോപ്പിക്സ് ദാറ്റ് വി ഹാവ് ഇൻട്രൊഡ്യൂസ് ടുഡേ ന്യൂ ടു ദ ക്ലാസ്, വിച്ച് ഈസ് കോൾഡ് പോയിന്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം നിങ്ങളുടെ തിയറി പാർട്ടിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കാം, വാട്ട് ഈസ് പോയിന്റ് ഫംഗ്ഷൻ, വാട്ട് ഈസ് പാത്ത് ഫംഗ്ഷൻ, ഗിവ് എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വെറും തിയറി ആക്കി എഴുതാണ്ട് ആ ഗ്രാഫൊക്കെ വരച്ച് ഇതുപോലെ നെയിമിങ് വൃത്തിയിൽ കാണിക്കുക, വൃത്തിയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യുക. സോ ദീസ് ആർ ദ മെത്തഡോളജീസ് ഹൗ യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. സോ ഓൾറെഡി നമ്മൾ 15 മിനിറ്റ്സിൻ്റെ ഒരു ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊരു 20 മിനിറ്റ്സ് നമ്മൾ കടന്നിട്ടുണ്ട്. സോ ഐ എം നോട്ട് ടേക്കിംഗ് ഇറ്റ് ഓവർ. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ വേറെ തന്നെ എഴുതി വെക്കുക. ഐ മേ ആസ്ക് യു ടു സബ്മിറ്റ് യുവർ നോട്ട് ആസ് ആൻ അസൈൻമെൻറ്റ്. സോ അക്കോർഡിംഗ്ലി പ്രിപ്പയർ ഇറ്റ്. അത് ഭയങ്കരമായിട്ട് ഇലാബറേറ്റ് ആയിട്ട് നിങ്ങൾ എഴുതി തിയറി നോട്ട്സ് ഉണ്ടാക്കുകയല്ല, നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോഴുള്ള ലെക്ചർ നോട്ട്സ്, അല്ലാത്ത തിയറട്ടിക്കൽ നോട്ട്സ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യും. നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന നേരത്ത് നിങ്ങൾ നോട്ട് ചെയ്യുന്ന ഈ ലെക്ചർ പോയിൻറ്റ്സുകൾ എല്ലാം എനിക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് കാണിക്കുക. കാരണം ഇങ്ങനത്തെ ടേമുകളൊന്നും ചിലപ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്യില്ല. ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓൾസോ. ഈ ടേംസുകൾ ചിലപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചു വെക്കുക. അതേപോലെ ഇക്വേഷൻ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മച്ച് മോർ ബെറ്റർ. സോ വി ആർ ഓൾമോസ്റ്റ് നിയർ ടു ദ എൻഡ് ഓഫ് അവർ ഫസ്റ്റ് മൊഡ്യൂൾ. ഇനി നമുക്ക് എടുക്കാനുള്ളത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. പിന്നെ ഒരു ചെറിയൊരു അസൈൻമെൻറ്റ് പോർഷൻ വിച്ച് ഈസ് നോട്ട് റെലവൻറ്റ് ബട്ട് സ്റ്റിൽ ഞാനത് നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ആയിട്ട് തരുന്നതായിരിക്കും. സോ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സും നമ്മുടെ അസൈൻമെൻറ്റ് ടോപ്പിക്കും കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ടോപ്പിക്ക് ഞാൻ നേരത്തെ വിട്ടിട്ടുള്ളത് കൺസെപ്റ്റ് ഓഫ് കണ്ടിന്യം ആണ്. ദാറ്റ് ഓൾസോ ഐ വിൽ ബി ടേക്കിംഗ് ആൻഡ് ദെൻ വി വിൽ ബി ഡൂയിങ് സം സ്മോൾ ഈസി പ്രോബ്ലംസ് എലോങ് വിത്ത് തെർമോമീറ്റേഴ്സിൻ്റെ ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട് ഗ്യാസ് തെർമോമീറ്റേഴ്സിൻ്റെ വർക്കിംഗ്. അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ our first module is over. So hopefully within 2 or more classes we can wind up our first module. So that's all for today. Thank you all for your patient listening.